അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് അവരെല്ലാവരും ഭയങ്കര ഉറക്കത്തിലാട്ടാ. ഞാനിപ്പോൾ 8 മണിയായെന്ന് തോന്നുന്നത്. കാരണം അവർ ഇന്നലെ കിടന്നപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ടൈം വെളുപ്പിനായിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ ഒരു 1 മണി കഴിഞ്ഞപ്പോഴാണ് കിടന്നുറങ്ങിയ. അപ്പോൾ എണീച്ച് ഞാൻ ചായ ഉണ്ടാക്കി, കട്ടൻ ചായ ഉണ്ടാക്കി, ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടെ പയ്യെ അവരോട് പറഞ്ഞിട്ട് ഇറങ്ങാം. കാരണം എല്ലാവരും നല്ല ഉറക്കത്തിലാട്ടാ. നമ്മൾ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യല്ല, 1-2 പേരോട് പറഞ്ഞിട്ടേ ഇറങ്ങാം. അത് വേണമെങ്കിൽ വിളിച്ച് പറയാമല്ല. കാരണം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നിട്ടെ. ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ 1 മണിയായി ഞങ്ങൾ, എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ല 12:30 ഭക്ഷണം കഴിച്ചപ്പോൾ. അപ്പോൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് വലിച്ചൊക്കെ ഇരിക്കുന്നതായിരുന്നു ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ. അപ്പോൾ അവർ ഭയങ്കര അടിപൊളി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് ഇറങ്ങാട്ടോ. ചായ കുടിക്കാൻ എന്തായാലും കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. പല്ലൊക്കെ തേച്ച് സെറ്റായി എന്തായാലും ഇറങ്ങാട്ടോ. നമ്മളെ അങ്ങനെ ഇറങ്ങിയിട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ്. അതായത് കീർത്തി നഗർ കഴിഞ്ഞിട്ട് ശ്രീനഗറിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ്. അതായത് ഉത്തരാഖണ്ഡിലെ ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ പോണത്. ബദ്രീനാഥിലേക്കാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീച്ച് അപ്പോൾ അവരെ ഉറക്കം വന്നിട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കീർത്തി നഗറിൽ നമ്മൾ ശ്രീനഗർ വന്നിട്ടാണ് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിച്ചത് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേ കിട്ടാൻ കാരണം നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കെയർ ഓഫിൽ കിട്ടിയതാണ് കേട്ടോ. അലീഷാൻ്റെ കെയർ ഓഫിൽ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ശരിക്കും വിചാരിച്ചു ഇവിടെ സ്റ്റേ പ്രതീക്ഷിച്ചില്ല. ഞാൻ വന്ന വഴിക്ക് ആളൊന്ന് കണ്ടിട്ട് പോകാനാന്ന് വെച്ചു. കാരണം നമ്മുടെ നാട്ടുകാർ ഒരാളുള്ളപ്പോൾ നമ്മൾ ഇവിടം വരെ വന്നിട്ട് അവരെ കാണാണ്ട് പോകണം ശരിയല്ലല്ലോ. അപ്പോൾ അവളെ കണ്ടിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ അവളില്ല, അവൾ നാട്ടിലേക്ക് പോയി. അപ്പോൾ അത് കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ സ്റ്റേ റെഡിയാക്കി തന്നു. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്ത് ഇപ്പോൾ അതേ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിയാണ് കേട്ടോ. അതായത് ബദ്രീനാഥ് പോണ റൂട്ടാണ്. ബദ്രീനാഥ് ഏകദേശം 17-ാം തീയതിക്കുള്ളിൽ ക്ലോസ് ചെയ്യും എന്നാണ് പറഞ്ഞു കേട്ടത്. അറിയില്ല, എന്തായാലും നമ്മൾ പോകാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ്ട കാലാവസ്ഥ. പിന്നെ അതേപോലെ ഇന്നലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി തന്നിട്ടാ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരുമിച്ച് നിന്നാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലുണ്ടാവും. ഞാൻ അത് ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അതൊരു വലിയ സന്തോഷമുണ്ട്. കാരണം എല്ലാവരും മലപ്പുറംകാരാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് പരിചയപ്പെട്ട് നമുക്ക് കുറേ നേരം സംസാരിക്കാനും, അതേപോലെ ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങിയിട്ടാ കറങ്ങാനൊക്കെ ജസ്റ്റ് ഒന്ന് പോയി. അപ്പോൾ എന്തായാലും അതൊരു വലിയൊരു നല്ല നിമിഷമുണ്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ ആകെ 2 പേരോട് പറഞ്ഞോളൂ, 2 റൂമുണ്ടാകും. 2 റൂമുള്ള ഓരോരുത്തരോട് പറഞ്ഞ് ഞാൻ ഇറങ്ങനെയാണ്. ബാക്കിയുള്ളവരോട് പറഞ്ഞത് കാരണം അവരെ വിളിച്ച് എണീപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ പോകണമെങ്കിൽ എന്തായാലും നമുക്ക് ആഴ്ചകളാണ് കേട്ടോ. ഈ ഒഴുകണ അളകനന്ദ റിവറാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഞാൻ പിന്നെ മാപ്പിൽ നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ. അടിപൊളിയാണ്. അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടിയൊക്കെ കയറുവാനാണില്ലേ. പിള്ളേരുടെ വണ്ടിയൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ഇതാണ്ടാ, നമ്മുടെ ഈ ജീപ്പ് പോലത്തെ വണ്ടിയാണ്ടാ. അപ്പോൾ അതിലാണ് പിള്ളേരെ കൊണ്ടുപോകണം. അൺലിമിറ്റഡ് വണ്ടിയാണ്ടാ, കാറല്ലേ. അപ്പോൾ ഇതൊക്കെ ഷെയർ ടാക്സിയാണ് കൂടുതലുള്ളത് കേട്ടോ ഇവിടെ. നമ്മളെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്നോയ്ക്ക് ഇവിടെ സൈക്കിൾ എത്തിയിട്ട്. അപ്പോൾ വന്നോയ്ക്ക് 2 പേരെ കണ്ട. അപ്പോൾ അവർ നമ്മളെ വന്നോയ്ക്ക് കണ്ടതാണ്. അപ്പോൾ അവരിവിടെ വെച്ച് കൈ കാണിച്ച് നിർത്തിയേട്ടാ. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെട്ടു. ഹായ്, ഹായ്, आपका नाम क्या है भैया? प्रदीप गुप्ता. आप किधर का है? मैं सहारनपुर. हाय, आपका नाम क्या है भैया? कृष्णा. इधर का? सहारनपुर का. अच्छा, वो किधर जाएगा आप लोग? मैं बद्रीनाथ. ओके. सही मैं तो जाएगा बद्रीनाथ. ഓക്കെ. അപ്പോൾ നമ്മൾ വന്നോയ്ക്ക് കണ്ടാട്ടോ. അപ്പോൾ ഇവർ നമ്മളെ കൈ കാണിച്ചിരുത്തി. അപ്പോൾ ഇവരെന്നോട് പറയുമ്പോൾ നാസ്ത കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഭക്ഷണം അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് വരുമ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇവരെ കണ്ടതിൽ എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മൾ സൈക്കിൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടാ. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ആലു പൊറോട്ട ഉണ്ടാവാണ്. ആലു പൊറോട്ട പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വന്ന്. അപ്പോൾ എന്തായാലും നമ്മളെ ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ. അതിൽ വലിയ സന്തോഷം. അപ്പോൾ എന്തായാലും ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. പോണ കാഴ്ചകളൊക്കെ കാണാട്ടാ. നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാട്ടാ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് 2 സബ്സ്ക്രൈബറിനെ കിട്ടി. അത് ഭയങ്കര കാര്യപ്പെട്ടാ. എന്തായാലും അടിപൊളിയാട്ടാ. അത് കണ്ടില്ലേ, അളകനന്ദ റിവറാണ് ഈ ഒഴുകണം. കാരണം നമ്മൾ വന്നോയ്ക്ക് കുറേ പേര് അവിടെ മൂത്രമൊഴിക്കുന്നുണ്ടാകും. അപ്പോൾ ഞാനതാ പിന്നെ ക്യാമറ മാറ്റി കളഞ്ഞാൽ കണ്ടില്ലേ. ഇപ്പോൾ മേളിൽ കൂടെ കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയാണ്ടാ. നമ്മളിപ്പോൾ ഉള്ളത് രുദ്രപ്രയാഗ് പോണ റൂട്ടിലാണ്ടാ.
അപ്പോൾ അതേ അവിടെ ഈ റൂട്ട് പോകണമെങ്കിൽ അവിടെ ഒരു ടെമ്പിളാണ് കേട്ടോ. അതായത് ആ നമ്മുടെ അലകനന്ദ റിവറിൽ ഒരു ടെമ്പിളുണ്ട്, ഒരു പാലം പോലെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ അടിയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങോട്ട് പോയില്ല. അപ്പോൾ അതേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ഒരു സ്പീഡ് ലാഞ്ച് പോകുന്നുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ചയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. പിന്നെ അവിടെ നിന്ന് അങ്ങാടൊക്കെ എന്തോ റോഡുണ്ട് കേട്ടോ. അത് ഇങ്ങാടേക്ക് കാണാനൊരു ഐഡിയ ഇല്ലല്ലോ. അടിപൊളിയാണ് കേട്ടോ, നല്ല കിടിലം വ്യൂ ആണ്. കാരണം നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് കാണാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലകനന്ദ റിവറിൻ്റെ ആ ഒരു ഭംഗിയും പിന്നെ അതിലുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങി കിടക്കണം. അതായത് നോക്കി കണ്ടില്ലേ, ഇവിടെയൊക്കെ മണ്ണാട്ട്, ഇവിടെയൊക്കെ എനിക്കൊന്ന് ഇറങ്ങി നടക്കാമെന്ന് തോന്നുന്നുണ്ടാ. കണ്ടില്ലേ, അടിപൊളിയാട്ടാ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 2 പേരെ കണ്ടാട്ടാ. അപ്പോൾ അവർ ഓടി വന്നാണ്. ഞാൻ പറ്റിയത്. ഹായ്, आपका नाम क्या है भैया? मेरा नाम मनीष चौहान। मनीष, आपका? पल्लवी। ओ आप इधर देहरादून का है? हाँ। अच्छा। वो इधर किधर जाएगा? अभी हम जाएंगे आगे രുദ്രപ്രയാഗ്. अच्छा ഓക്കെ. അവർ ഇവിടെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മളെ കണ്ടുവന്ന് സംസാരിച്ചത്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഓക്കെ, ടീക്കേ. നമ്മളെ ഇതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നതാ. അപ്പോഴാണ് അവർ വന്ന് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും സന്തോഷം, കാരണം നമ്മളും അവിടെ ഉൾപ്പെടുത്താലാന്ന് വിചാരിച്ചു. കാരണം അതൊരു വലിയ സന്തോഷമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും അടിപൊളി കാഴ്ചയാണ്. നമ്മൾ പോകുന്ന വഴിക്കും ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. നമുക്ക് ഇപ്പോൾ എന്തായാലും അടിയിലൊരു ടെമ്പിൾ ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോകണില്ല. നമ്മൾ എന്തായാലും നേരെ രുദ്രപ്രയാഗ്, അവിടുന്ന് ബദ്രീനാഥ്, മാന വില്ലേജ് കയറണം. അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഇട്ടേക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പോകണേക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന്, അത് ദാരി ദേവി ടെമ്പിൾ എന്നാണ് കേട്ടോ പറയണം. അപ്പോൾ അവിടെ നിന്നൊരു ബ്രിഡ്ജ് പോകുന്നുണ്ട് ടെമ്പിളിലേക്ക്. അത് ഒരു അളകനന്ദ റിവറിലാണ് ആ ഒരു ടെമ്പിൾ സ്ഥാപിച്ചേക്കണത്. അപ്പോൾ അവിടെ ഒരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ വില്ലേജിലേക്ക് നമുക്ക് പോകാനുള്ളൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അടിയിൽ കൂടെ ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതെ അവിടെ ഒരു സ്പീഡ് ലാഞ്ചിയുടെ ഇത് കണ്ടില്ലേ, ശരിക്കും അതിൻ്റെ ഒരു എന്താണ് റൈഡ് കാര്യങ്ങളൊക്കെ അടിയിൽ സെറ്റപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്തോ സംഭവങ്ങളുണ്ട്, ആളുകളൊക്കെ കയറണണ്ടില്ലേ. കാരണം ഇതിൽ കൂടെ നമ്മളൊരു ഇങ്ങനെ ഒരു റൈഡ് പോകുമ്പോൾ അടിപൊളിയായിട്ടാണ്. കാരണം നടുക്ക് കൂടി റിവർ, അതിൻ്റെ അപ്പുറം ഇപ്പുറം മല, അടിപൊളി കാഴ്ച കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ജസ്റ്റ് പോകാം. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, സർവീസൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ വേറൊരു കാഴ്ച കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിർത്തിയത്. കണ്ടില്ലേ, ഇത് ഒരു പാട്ടില്ലേ, അതിങ്ങനെ വളച്ച്, അതായത് ഇങ്ങനെ കസേര പോലെ ചാരിക്കാൻ പറ്റിയ ടൈപ്പാക്കി വെച്ചേക്കുന്നുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട്. ഇത് അത്യാവശ്യം വന്നെടുത്ത് ഓരോ സ്പോട്ടുകളിലുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വേറെയുണ്ട്, ഇതിൻ്റെ ചെറുതന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ മലയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അളകനന്ദ റിവറും കണ്ടിട്ട് ഇരിക്കാട്ടെ ഇങ്ങനെ. കണ്ടില്ല, അടിപൊളിയാട്ടാ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്നവർക്ക് കണ്ടാട്ടാ. കാരണം ഇവിടെ പല സ്ഥലത്തുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്നും എനിക്ക് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കണ്ടുകൊണ്ട് ഞാൻ നിർത്തിയത്. പക്ഷേ ഇതിലിപ്പോൾ നിറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരിങ്ങനെ ഉറപ്പിച്ച് വെച്ചേക്കണം, അടിയിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് സിമെൻ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് ആരെങ്കിലൊക്കെ എടുത്തിട്ടുണ്ടോ പറയാൻ പറ്റില്ല. അതാണ് റോഡ് കുറച്ച് ഇടങ്ങേറായിട്ടുള്ള റോഡാണെന്ന് തോന്നട്ടാ. ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി അത്യാവശ്യം കയറ്റം ഉണ്ട്. ഇവിടുന്ന് കയറ്റം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മേലിലേക്ക് പോകണല്ലേ കേട്ടാ. ഓ, നമ്മൾ ഇങ്ങനെ കയറ്റം കയറി വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടേട്ടാ. എൻ്റെ മോനെ ഇത് നോക്കിയേക്കള്, അടിപൊളി കാഴ്ചയാണ്. ഞാനേ ഇങ്ങനെ വരുന്ന വഴിക്ക് കണ്ടുവരേണ്ട. അപ്പോൾ ഞാൻ നമ്മളെ നീലാകാശം സിനിമയിൽ ആ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ വന്നിരുന്നേട്ടാ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, കിട്ടില്ല കേട്ടോ. നോക്കിയേ, അടിപൊളിയാണ്ടാ. അല്ലേ, നടുക്കൂടി ഒരു വില്ലേജ് എന്തുകൊണ്ടിട്ടാ അവിടെ. പക്ഷെ അതൊക്കെ ഇങ്ങനെ പോകുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വഴി ഉണ്ടാവും എന്ന് തോന്നിട്ടാ. അതിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി മേളിലേക്കാണ്ട് വില്ലേജ് പോകണം. പക്ഷെ എൻ്റെ പൊന്നോ, ഇതെല്ലാം കാഴ്ച കണ്ട. ഈ റോഡൊക്കെ കണ്ടില്ലേ, പലയിടത്തും കല്ലൊക്കെ ഇടിഞ്ഞ് വീണ്ടുണ്ടോ. ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ എന്തായാലും റൂട്ടാണ്. എന്നാലും അടിപൊളിയാണ്ടാ, നല്ല കിടിലം കാഴ്ചയാണ്. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് മലയൊക്കെ ചവിട്ടി കയറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ ചവിട്ടി കയറിയതിൻ്റെ ഉണ്ടല്ലോ ആ ഒരു ഫലമാണ് ഈ കാണുന്നത്. കാരണം ഈ കിട്ടണ കാഴ്ചകൾ വേറെ ലെവലാണ്. നമ്മുടെ ലൈഫിലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇതൊക്കെ. എൻ്റെ പൊന്നു, അടിപൊളിയാണ്. അപ്പോൾ ഇനിയും നമുക്ക് കയറാനുണ്ട്. അപ്പോൾ ഇനിയും കയറ്റങ്ങളിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ ഉത്തരാഖണ്ഡിലെ അടിപൊളി കാഴ്ചകൾ മാത്രമേ നമ്മൾ കാണുള്ളൂ. കുറേ ഉണ്ട്, നമുക്ക് ഇനിയും ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഇനിയും നമ്മളെ മുന്നിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ.
നമ്മളെ ഇവിടെ കുറേ നേരം ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സൈക്കിൾ അങ്ങാടും ഇങ്ങാടും മാറ്റിയൊക്കെ ആയിട്ടാ വീഡിയോ എടുക്കണം. കാരണം ഇവിടുന്ന് പോകാമെന്നത് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാ. പിന്നെ അതേപോലെ അവിടെ കുറച്ച് പേര് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ കഴിച്ചോ, കാരണം അവർ കുറച്ച് ഫുഡ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, ഞാൻ മണ്ണേക്ക് കഴിച്ചാന്ന് പറഞ്ഞ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ ഫുഡൊക്കെ ഉണ്ടാക്കണേന്. അപ്പോൾ അടിപൊളിയായിട്ട് റോഡും കാര്യങ്ങളൊക്കെ അടിപൊളി കാര്യങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. എന്തായാലേ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാട്ടാ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തൂല. आज कर्णप्रयाग इधर से कितना दूर है कर्णप्रयाग? 50 किलोमीटर। अच्छा अच्छा, रास्ता कैसे हो? ठीक है, आप किधर जाएगा? अच्छा अच्छा अच्छा, ओके. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഒരു പുള്ളിനെ കണ്ടിട്ട് അപ്പോൾ ആളെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആളെ പരിചയപ്പെടുത്തരാം. കാരണം നമ്മളൊരു കയറ്റം കയറി വന്ന വഴിക്ക് പുള്ളിനോട് വിളിച്ച് ബാന്തിനെ കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഹായ്, आपका नाम क्या है भैया? सोनू पवार. सोनू पवार, आप किधर का है? मैं चमोली से हूँ. चमोली से. किधर से है? किधर? मैं उत्तरकाशी से आ रहा हूँ. आज? जी हाँ, अभी. अच्छा अच्छा, सुबह मॉर्निंग का 6 बजे का निकला हूँ. अच्छा अच्छा अच्छा. उधर से उत्तरकाशी बहुत दूर है? हाँ, उत्तरकाशी यमुनोत्री. हाँ, 180 साइड 100 किलोमीटर है. 100 से ज़्यादा है वो. अच्छा, ज़्यादा है. मिनिमम 200 കിലോമീറ്റർ. അത് ഏകദേശം രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. ഒരുപാട് ദൂരമാണ് കേട്ടോ ഇവിടെ നിന്ന്. ഏകദേശം ഗംഗോത്രി ആണെങ്കിലും. അപ്പോൾ നമ്മൾ ചാനൽ ഇതിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. ട്രാവൽ ബൈ മുട്ട മെസ്സേജാണ് നമ്മുടെ ചാനൽ. പുതിയ സബ്സ്ക്രൈബർ അതെ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിച്ചുള്ളത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഭക്ഷണം വന്ന് ചാവലാട്ടാ. പിന്നെ 2-3 കറിയുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിയെ കണ്ടതിലും എല്ലാത്തിനും ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുള്ളിയോട് യാത്ര പറഞ്ഞിട്ട് ടാക്സി ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുള്ളീനോട് ടാങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. കാര്യം പുള്ളി നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ഭയങ്കര കാര്യമാണ്. ഞാൻ അവിടെ ഒരു കയറ്റം കയറി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഫുഡ് പറഞ്ഞപ്പോൾ ആ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന പുള്ളീനെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. എന്തായാലും സന്തോഷം. അപ്പോൾ അതെ, നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തേട്ടാ. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ചെറിയ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുട്ടിന് ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പോൾ ഉള്ളത് രുദ്രപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇത് മെയിൻ ഹൈവേ ആണ്, പക്ഷേ ചെറിയ റോഡാണ്. അത്യാവശ്യം മാർക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ്. വണ്ടി വരുന്നത് കേട്ടോ. അതല്ലേ, ഈ ഒരു വലിയ വണ്ടി പോകാനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ ശരിക്കും. റോഡ് മെയിൻ റോഡാണ് അത്. അത്യാവശ്യം മാർക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വന്ന വഴിക്ക് ഒരു കട കണ്ടിട്ടാ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അരി പിന്നെ തക്കാളി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാ. അതായത് ഇവിടെ ലേറ്റിലല്ല, അതായത് രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണേ. ഇതാണ് കേട്ടോ രുദ്രപ്രയാഗ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇവിടെ ഇഷ്ടംമാതിരി കടകൾ കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ സാധനങ്ങൾ മേടിച്ചിട്ടാ. കാരണം നമുക്ക് ഇന്ന് രാത്രി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ തന്നെ 2 തവണ ഒരു പയ്യമ്മ വന്ന് സൈക്കിൾ തട്ടി സൈക്കിൾ മറിച്ചിട്ട് ലഗേജൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് രുദ്രപ്രയാഗിലാണ്. അപ്പോൾ പോണ വഴിക്ക് ഒരാളെ കണ്ട് നമ്മളൊരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്തരാട്ടാ. ഹായ് ബ്രോ. हेलो, आपका नाम? मंगल पांड्या. मंगल पांड्या. I am from Gujarat. Okay. And meet my brother. He's come from Kerala. Yes. By cycle. So, Yeah. so huge achievement. You are from Gujarat? I am from Gujarat. Oh, you came there. I complete my journey to Badrinath, India's first village, Mana. Mana. And, from 6 kilometer trekking route from Mana, it's Vasudhara Fall. Yeah, Vasudhara Fall. So this is my 14th or 15th day. Okay. And I complete my 2200 bike riding. Oh. Now I am going to home. Okay, how was the experience, bro? Awesome. Oh. Actually, I'm telling you, I'm speechless. It's like a heaven. Oh. So super experience, super cool, super cold, and temperature at night time -1 degree. Oh. So it's like ice. Oh. So And here in Baraf? not now. Not now. But I see you some photograph. Last year 2023 I
Same place. Okay. Last year, super snow. Oh. Even snowfall. Also, I felt snowfall also. Yeah, I think this time is very late in It's snow. late. Yeah. Now, I asked to some local person. So they told me that in November end or after December first week, Okay. you can enjoy the snowfall or snow everywhere. Oh, nice. So it's again nice. Okay, anyway, bro, safe journey and You too, get in touch. Yeah. And, I'll see you by message. Yeah, sure. Hi. നമ്മളെ പോണേക്ക് വീണ്ടും രണ്ടുപേരെ കണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ കണ്ടതാണ്, അതായത് പൂനെയിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തതാണ്. ഇപ്രാവശ്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതും ബദ്രിനാഥ് പോണ റൂട്ട് വെച്ച് മീറ്റ് ചെയ്തതാണ്. ഞാൻ അവരെ പരിചയപ്പെടുത്തരാം. ഹായ്. My name is Anil Ghate. My name is Ashwini. അശ്വിനിയോ? അപ്പൊ ഞങ്ങള് we will meet before year in Pune. We met 1 year back. 1 year and before we met in Pune. Yeah. And nearly 1 year now we are meeting here in Rudraprayag in Uttarakhand. Yes. And we love this guy. My brother also has met him. Yeah, I meet I think Rishikesh. Yeah, so we have some connection. Yeah. Very good connection, and we hope that we meet again. Oh, we'll meet actually big surprise. Yes, very big surprise. Yeah, okay, see you. നമ്മളെ സത്യം പറഞ്ഞാൽ മറ്റേ പുള്ളിനെ കണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ബൈക്ക് കണ്ട് നല്ല പരിചയം, കാരണം കഴിഞ്ഞ വർഷം കണ്ടാണ് ഇവരേട്ടാ, അതും പൂനെയിൽ വെച്ച്. ഞാൻ ഓർക്കണം, പൂനെയിൽ മഹാരാഷ്ട്രയിൽ എവിടെ വെച്ചാണ് ഞാൻ അവരെ കണ്ടത് കേട്ടാ. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇവരെ ഈ അവർ ഞാൻ ഫോളോ ചെയ്യണ്ട കേട്ടാ. ആ ഒരു ചേച്ചിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ വീഡിയോസ് കാര്യങ്ങൾ കാണാറുണ്ട്, ഇവർ റീൽസൊക്കെ അത്യാവശ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ട് നല്ല പരിചയമുണ്ട്. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടത് കേട്ടോ. എന്തായാലും കണ്ടതിന് സന്തോഷം. അതും ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച്. നമ്മളിപ്പോൾ പോണത് ബദ്രിനാഥ് റൂട്ടിലാണ്. അപ്പോൾ ഇവരും ബദ്രിനാഥ് മാന പോകാനുള്ള പ്ലാനിലിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കണ്ടതിൽ ഒരിക്കൽ കൂടി ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടാ, വല്ലാത്ത സന്തോഷം ഉണ്ട് അതൊക്കെ. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ സാധനങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറ്റുമെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ കർണപ്രയാഗ് സ്റ്റേ അടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കണത്. അല്ലെങ്കിൽ കർണപ്രയാഗ് കഴിഞ്ഞ് ക്രോസ് ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ അടിക്കണം. അപ്പോൾ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ചരിഞ്ഞ് എന്നൊക്കെ വീഡിയോ എടുക്കണം, കാരണം ലൈറ്റ് അടിച്ചിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ വീണ്ടും കുറച്ച് ആൾക്കാരെ കണ്ടേട്ടാ. ഹായ്, ഹൗ ആർ യു? आपका नाम? उत्कर्ष ओके, आपका? आशुतोष कोठारी. आप किधर का? ऋषिकेश से हम आ रहे हैं और मधमेश्वर हम साइकिलिस्ट हैं, तो भाई से अच्छा. അവരെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടാ. താങ്ക് യു. ഓക്കെ, दो आदमी? हाँ, 2 ही आदमी हैं. अच्छा. So we are going to Madhmeshwar. Madhmeshwar is पंच केदार में से एक केदार है. अच्छा. So केदारनाथ, बद्रीनाथ. So ये एक केदार और है पंच केदार. अच्छा. Nice to meet you. Anyway, nice to meet you. Same to you. Same here. Yeah, okay. Have a safe journey, bro. Okay, ठीक है. Yeah. और मेरा നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കയറിയാണ്ടോ വന്നാ കയറി ഇനിയിപ്പോൾ കുറച്ചങ്ങ് കയറാനുണ്ട്. കണ്ടില്ലേ, ഇപ്പം തന്നെ ഏകദേശം ഇരുട്ടി തുടങ്ങി കേട്ടോ. നോക്കി അളകന്ന് റിവറാണ്ടോ ഒഴുകണം. നല്ല സ്പീഡിലാണ് ഇത്, നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ ഞാൻ ജാക്കറ്റ് എടുത്തിട്ടാ. പിന്നെ അത്യാവശ്യം കയറ്റുണ്ട്, കയറി ഉപ്പാടായിട്ടാ. ഇനിയിപ്പോൾ അങ്ങാടേക്ക് പോകുമ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ മഞ്ഞൊരു മഞ്ഞുമല കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കേദാർനാഥാന്ന് പറഞ്ഞത്. നമുക്ക് ലോങ് ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയില്ല, അതാ ഞാൻ പിന്നെ ക്യാമറ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ടാ. അപ്പോൾ ഇനി പോകണമെങ്കിൽ കാണാം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താട്ടാ. ഇല്ലേ, ഇവിടെ ചെറിയൊരു ബ്ലോക്കാണ്. അതായത് ഇവിടെ മണ്ണിടിച്ച് മാറ്റാനായിട്ടാ അവർ. നമ്മളവരെ കണ്ട് കുറച്ചധികം അങ്ങ് പോകുന്നട്ടാ. അടിപൊളിയാണ്. കുറേ പേരെ കണ്ടേട്ടാ, കുറേ പേര് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും എല്ലാവരെയും കണ്ടതിന് വലിയ സന്തോഷം കേട്ടാ. ഇല്ലേ, അത്യാവശ്യം പുറയിലൊക്കെ ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ്. പുള്ളി ബ്ലോക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ടെൻ്റ് അടിക്കാൻ ഇന്ന് ഇവിടെ ഒരു കാട്ടിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെയുണ്ട് സ്ഥലം കിട്ടിയേക്കണം. അപ്പോൾ അതേ നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ അതേ ചോറ് അടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിക്കറിയാണ് ഉണ്ടാക്കാൻ പോണേട്ടാ. തക്കാളിക്കറി ഇതേ, പിന്നെ ഇത് നമ്മുടെ എന്താണ് സവാളയും മുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം നമ്മൾ കുക്ക് ചെയ്യാനാണ്. ഇന്നല്ല മാത്രമല്ല നമ്മളെപ്പോഴും കുക്ക് ചെയ്യലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കടയിൽ നിന്ന് കഴിക്കാറുള്ളൂ കേട്ടോ. ഭയങ്കര എക്സ്പെൻസ് ആണല്ലോ പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം ദേവപ്രയാഗ് എത്താറായി.
ഇനി ഏകദേശം 1.5 കിലോമീറ്ററിലോട്ടാ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര നാളെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ചെയ്യണം, നല്ല രീതിയിൽ തന്നെ പോകണം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഇന്നത്താ. അപ്പോൾ ഇത് എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിയായ മതിയായിരുന്നു, നമ്മളങ്ങനെ ഉണ്ടാക്കല കുറവാണ് വീട്ടിലാണെങ്കിലും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും നാളെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ അത് എന്തായാലും ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണ് അവസ്ഥയെന്നൊക്കെ. അങ്ങനെ നമ്മുടെ തക്കാളിക്കറി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ചോറ് ഞാൻ പൊതിഞ്ഞ് വെച്ചേക്കണേ ഈ ഉറുമ്പൊക്കെ പറഞ്ഞോണ്ടേ, കാരണം തക്കാളിക്കറി റെഡിയാറായി. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും തക്കാളിക്കറിയാണ് കേട്ടോ. നല്ല അടിപൊളി തക്കാളിക്കറി ആയാൽ മതിയായത്, നമ്മളാണല്ലോ കുക്ക് ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം ഒന്ന് സെറ്റാകട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചിട്ടാ. പക്ഷേ ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതലാട്ടോ, ചോറ് കൂടുതലായിട്ട് പോയി. അപ്പോൾ എന്തായാലും നമ്മൾ കളയില്ല, നമ്മൾ എന്തായാലും കഴിക്കും. നല്ല വിശപ്പുണ്ട്, കാരണം നമ്മൾ മര്യാദക്ക് കഴിക്കണം, ഒരു നേരമേ ഉള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്ന് കഴിക്കാൻ നമ്മൾ ഇത്തിരിയൊക്കെ ആയിട്ട് കഴിക്കുള്ളൂ, കാരണം ചില കൂടുതലായതുകൊണ്ടേ. അപ്പോൾ നമ്മൾ വെച്ച് കഴിക്കണോണ്ട് നമ്മൾ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ മാക്സിമം നല്ലോണം ഫയർ വെച്ച് കഴിക്കാട്ടോ. അപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കണ്ട, ഇനി ഒന്ന് തിളച്ചൊന്ന് സെറ്റാക്കണം എന്നിട്ട് ഓഫ് ചെയ്യാട്ടോ. നമ്മളങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടാ. ഭക്ഷണം ഉണ്ടാക്കിയത് സെറ്റായി, ചോറ്, തക്കാളിക്കറി, പിന്നെ ഇവിടെ നിന്ന് അച്ചാർ വന്നിട്ട് കടയിൽ നിന്ന്. ഇവിടെ ഒരു കടയുണ്ട്, അച്ചാർ വന്ന് സെറ്റാട്ടാ. ഇവിടെ ലേറ്റ് ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പുറത്ത് കുറച്ച് പേര് കള്ളു കുടിക്കാണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് മാറിയതാണ്ടാ. നമ്മുടെ യാത്രയിലെ ഭക്ഷണമൊക്കെ ഇതൊക്കെയാണ് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഇത് ഫുഡൊക്കെ കഴിച്ചിട്ടേ പാത്രമൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമ്മൾ ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണത് ദേവപ്രയാഗിൽ നിന്ന് ബദ്രിനാഥ് കൊണ്ട കൂട്ടാണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണ്ട.